കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ കൊല്ലം എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നോക്കാം. കാരണം മണ്ഡല പുനർനിർണ്ണയം നടന്നതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2009 2009 മുതലുള്ള 2009, 2014, 2019 3 ഇലക്ഷനുകൾ കൊല്ലത്ത് നടന്നു കഴിഞ്ഞു. ആ ഇലക്ഷനുകൾ നമ്മൾ ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലത്ത് കഴിഞ്ഞ 3 ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സ്ക്രീനിൽ. 2009, 2014, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമാണ് 1,48,856 വോട്ടുകൾ. 1,48,856 ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ഈ മാർജിനിലാണ് പലരും ജയിച്ചത്. കാരണം ശക്തമായ ഒരു UDF തരംഗം സംസ്ഥാനത്തെമ്പാടും ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനം കൊല്ലത്തുണ്ട്. ഇതിന് തക്കതായ ഭൂരിപക്ഷം ഇത്തവണ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി എന്തായാലും ജനങ്ങളുടെ 1 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം മിക്കവാറും എല്ലാ സർവേയും പ്രേമചന്ദ്രൻ നൽകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവും. 2014 37,649 ആയിരുന്ന ഭൂരിപക്ഷമാണ് ഒറ്റക്കുതിപ്പിൽ 1,48,856 മാറിയത്. 11% വർധന, 11% വോട്ട് വർധനയാണ് പ്രേമേന്ദ്രൻ UDF-ന് 11% വോട്ട് വർധനയാണ് UDF-നുണ്ടായത്. കഴിഞ്ഞ 3 തവണയായി നോക്കിക്കഴിഞ്ഞാൽ 2009 പീതാംബരക്കുറുപ്പ് ജയിക്കുന്നു, 2014 NK പ്രേമേന്ദ്രൻ ജയിക്കുന്നു, 2019 NK പ്രേമചന്ദ്രൻ ജയിക്കുന്നു. അപ്പോ മണ്ഡലത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ അടിത്തറയുള്ള കൊല്ലം മണ്ഡലം കഴിഞ്ഞ 3 തവണയായി, കഴിഞ്ഞ 15 വർഷമായി, കഴിഞ്ഞ 3 തവണയായി വിജയിക്കുന്നത് UDF ആണ്. ആ പാറ്റേണിൽ മാറ്റം വരുമോ? ഇവിടെ നേരത്തെ കണ്ണനും പ്രതീഷും തർക്കിച്ചതുപോലെ മുകേഷിന്റെ ജനകീയത, മുകേഷിന്റെ പബ്ലിക് അപ്പീൽ ഇതൊക്കെ ഗുണകരമായി വന്ന് ഭവിക്കുകയും പ്രേമചന്ദ്രൻ തോക്കുകയും ചെയ്യുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ് കൊല്ലത്ത് നിന്ന് നമുക്ക് സാമാന്യമായി പറയാം. പ്രജീഷ് കൈപ്പള്ളിയുടെ ഒരു കടന്ന ആത്മവിശ്വാസം എന്ന് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് CPM-ന്റെ ഒരു സംഘടനാ സംവിധാനവും പ്രചാരണവും ഒക്കെ വെച്ച് ഒരു വോട്ട് പോലും ഒരു ബൂത്തിലും മിസ് ചെയ്യില്ല എന്ന് കൈപ്പള്ളി പറഞ്ഞ് അംഗീകരിക്കാം. പക്ഷെ കൊല്ലം പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സമാഹരിക്കാൻ എത്ര വോട്ടുകൾ സാധിക്കും? പ്രേമചന്ദ്രൻ അങ്ങനെ ഒരു വീക്കായിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല. UDF-ന്റെ സംവിധാനം അവിടെ വീക്കല്ല. നല്ല പ്രചാരണം അവിടെയും നടക്കുന്നുണ്ട്. എത്ര വോട്ടുകൾ കൂടുതലായി സമാഹരിക്കാൻ കഴിയും? ഈ പറയുന്ന 15% കടന്നുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും? സ്വിംഗ് ചെയ്യുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. അതെല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെയാണ്. സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഈ പാർട്ടി വോട്ട് എന്നതിനപ്പുറത്ത് ആ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത വളരെ പ്രധാനപ്പെട്ട ഘടകമായി വരും. ഒരു 5% മുതൽ 10% വരെ വോട്ട് അത് സ്ഥാനാർത്ഥിക്കുള്ള വോട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേകമായി അപ്പോഴുണ്ടാകുന്ന ഒരു വിഷയത്തിന് എതിരായോ അനുകൂലമായോ ഉണ്ടാകുന്ന വോട്ടായിരിക്കും. അത്തരത്തിലുള്ള വോട്ട് സമാഹരിക്കാൻ പ്രേമേന്ദ്രന് കഴിയുന്നു എന്നുള്ളിടത്താണ് CPM-ന്റെ കണക്കുകളെല്ലാം പൊളിഞ്ഞു പോകുന്നത്. CPM-ന്റെ പാർട്ടി വോട്ട് പെട്ടിയിൽ വീഴുന്നുണ്ടാകാം, CPI-യുടെ പാർട്ടി വോട്ട് പെട്ടിയിൽ വീഴുന്നുണ്ടാവാം, RSP-യുടെ വിമത ഭാഗത്തിന്റെ വോട്ട് പെട്ടിയിൽ വീഴുന്നുണ്ടാവാം. പക്ഷേ സ്വീകാര്യതയുടെ പേരിൽ കിട്ടുന്ന പൊതുജന സാമാന്യത്തിന്റെ നല്ലൊരു പിന്തുണയാണ് NK പ്രേമേന്ദ്രൻ ലഭിക്കുന്നത്. അതാണ് പ്രേമേന്ദ്രന്റെ വിജയത്തിന് അടിത്തറയായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ ഒന്നും കൂട്ടിയാൽ രണ്ടല്ല. നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ അടിത്തറയും NK പ്രേമേന്ദ്രന് വലിയ ജനകീയതയുമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് കൊല്ലത്ത് എന്തും സംഭവിക്കാം, എല്ലാം ജനങ്ങളുടെ വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് നമുക്ക് ഇലക്ഷൻ കഴിയുന്നതിന് മുൻപ് ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക എന്ന് പറയുന്നത് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ CPM-ഉം NK പ്രേമേന്ദ്രൻ തമ്മിലാണ് കൊല്ലത്തെ മത്സരം. ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞില്ല. 10% വോട്ടുള്ള ഒരു മണ്ഡലമാണ്. 10 ഒരുപക്ഷെ 15% വർദ്ധിപ്പിക്കാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം അവിടെയുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകമായി വരാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ ക്രമേണ വോട്ട് ഉയർത്തുന്ന ജില്ലയാണ് കൊല്ലം. ഇപ്പോൾ ചടയമംഗലം അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ടോ? കൃഷ്ണകുമാർ എന്താ പറയുക, ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി എന്നൊരു പ്രശ്നമുണ്ട്. ജില്ലാ കമ്മിറ്റിയുമായി തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രചരണം തുടങ്ങിയതിനു ശേഷം ട്രാക്കിലാണ്. അതിനപ്പുറത്ത് ഇപ്പൊ നമുക്ക് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടും എന്ന ഒരു ജനറൽ അസംഷൻ BJP-യുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പൊതുവേ ഉണ്ട്. നമ്മുടെ സർവേയും സൂചിപ്പിച്ചതാണ്. പക്ഷെ അത് അങ്ങനെ ഒരു എന്താ പറയുക, മറ്റ് തിരുവനന്തപുരം അല്ലെങ്കിൽ ആറ്റിങ്ങൽ എന്നതുപോലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി വരാൻ സാധ്യതയില്ല. നമുക്ക് സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി